പശ്ചിമേഷ്യ പുകയുകയാണ്. ഇപ്പോഴിതാ അമേരിക്കയുമായും ഇസ്രയേലുമായും നിലനിൽക്കുന്ന സംഘർഷങ്ങൾക്കിടയിൽ തങ്ങളുടെ പ്രതിരോധ സംവിധാനത്തെ കൂടുതൽ ശക്തമാക്കുകയാണ് ഇറാൻ. അതിന്റെ ഭാഗമായി ഇറാൻ ചൈനയിൽ നിന്ന് ആയുധം വാങ്ങുന്നതായി റിപ്പോർട്ടുകളുണ്ട്. തോളിൽ വെച്ച് തന്നെ തൊടുക്കാവുന്ന ചൈനീസ് നിർമ്മിത വ്യോമ പ്രതിരോധ മിസൈൽ ലോഞ്ചറുകൾ അടുത്ത ആഴ്ചകളിൽ തന്നെ ഇറാനിലെത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഏകദേശം 60 മുതൽ 70 മില്യൺ ഡോളർ വരെ വിലമതിക്കുന്നതാണ് ഈ സൈനിക കരാറെന്ന് റോയിട്ടേഴ്സ് ആണ് റിപ്പോർട്ട് ചെയ്തത്. QW-12, F-16 എന്നീ ചൈനീസ് ആയുധങ്ങളാണ് വാങ്ങുന്നത്. 300 മുതൽ 400 വരെ മിസൈൽ ലോഞ്ചറുകളാണ് ആദ്യഘട്ടത്തിൽ ഇറാൻ വാങ്ങുന്നതെന്നാണ് വിവരം. യുഎസും ഇസ്രയേലും ഇറാന്റെ മിസൈൽ ഡ്രോൺ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണങ്ങളിൽ തന്ത്രപ്രധാന കേന്ദ്രങ്ങളുടെ സുരക്ഷയിൽ വിള്ളലുകൾ കണ്ടെത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് തങ്ങളുടെ ഹ്രസ്വദൂര വ്യോമ പ്രതിരോധം ശക്തിപ്പെടുത്താൻ ഇറാൻ ശ്രമിക്കുന്നത്. ഹോങ്കോങ് ആസ്ഥാനമായുള്ള ഷോങ്കിങ് ബാഷാങ് ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന കമ്പനിയാണ് ചൈനയ്ക്കും ഇറാനും തമ്മിലുള്ള ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. ചൈനയിലെ ഉറുംഖിയിൽ നിന്ന് വിമാനമാർഗം പാകിസ്ഥാൻ വഴി ഇറാനിലേക്ക് മിസൈലുകൾ എത്തിക്കാനാണ് നിലവിലെ പദ്ധതിയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതേസമയം വാർത്തകൾ ചൈനയും പാകിസ്ഥാനും നിഷേധിച്ചിട്ടുമുണ്ട്. വാർത്തകൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. തങ്ങൾ സമാധാനം പ്രോത്സാഹിപ്പിക്കാനാണ് എപ്പോഴും ശ്രമിക്കുന്നതെന്നാണ് ചൈനയുടെ നിലപാട്. ഇറാനിലേക്ക് ആയുധങ്ങൾ എത്തിക്കുന്നതിൽ പങ്കുണ്ടെന്ന വാർത്തകൾ പാകിസ്ഥാൻ സൈന്യവും നിഷേധിച്ചു. ഇത്തരം റിപ്പോർട്ടുകൾ കെട്ടിച്ചമച്ചതാണെന്ന് പാകിസ്ഥാൻ ഔദ്യോഗികമായി തന്നെ അറിയിച്ചു. നിലവിൽ ഏപ്രിൽ മുതൽ വെടിനിർത്തൽ നിലവിലുണ്ടെങ്കിലും ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾ തുടരുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഈ സാഹചര്യത്തിൽ ചൈനയുമായുള്ള സൈനിക ബന്ധം കൂടുതൽ ആഴത്തിലാക്കാനാണ് ഇറാന്റെ നീക്കമെന്നാണ് നിരീക്ഷകർ പറയുന്നത്. ഇറാനുമായുള്ള ചർച്ച തുടരുമ്പോഴും സൈനിക നടപടിക്ക് അമേരിക്ക തയ്യാറാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. ചർച്ചകളാണ് അഭികാമ്യം. എന്നാൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിൽ ചർച്ച പരാജയപ്പെട്ടാൽ സൈനിക നടപടി പുനരാരംഭിക്കുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകി. അതേസമയം ആക്രമണങ്ങൾക്കിടയിലും തങ്ങളുടെ ആയുധ ഉൽപാദനം വർദ്ധിപ്പിച്ചതായി ഇറാൻ വെളിപ്പെടുത്തിയിരുന്നു. രാജ്യത്തെ പ്രതിരോധ ഉൽപാദനം മുൻപത്തെക്കാൾ സജീവമാണെന്ന് ഇറാൻ പ്രതിരോധ മന്ത്രി അവകാശപ്പെട്ടു. ഇറാന്റെ സൈനിക ശേഷി ഗണ്യമായി കുറഞ്ഞുവെന്ന അമേരിക്കയുടെ ആവർത്തിച്ചുള്ള അവകാശവാദങ്ങൾ ഇറാൻ നിരാകരിക്കുകയും ചെയ്തു. അതേസമയം ഹോർമുസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് ടോൾ അനുവദിക്കില്ല എന്ന് US പറഞ്ഞു. നിലവിലെ ക്രമീകരണങ്ങളിലൂടെ ഹോർമുസ് കടലിടുക്കിലൂടെ കടത്തിവിടുന്ന കപ്പലുകൾക്ക് ടോളുകളോ ഫീസോ ഉണ്ടാകില്ല എന്നാണ് US വ്യക്തമാക്കിയത്. അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി ഇറാനെതിരെ ആരംഭിച്ച സൈനിക നീക്കങ്ങൾ 5 മാസം പിന്നിടുമ്പോൾ യുദ്ധം മറ്റൊരു തലത്തിലേക്കും കടന്നിരിക്കുകയാണ്. ഫെബ്രുവരി 28 ആരംഭിച്ച ഈ യുദ്ധം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെയും സൈനിക ശേഷിയെയും തകർക്കാൻ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു. എന്നാൽ ഹ്രസ്വകാലം കൊണ്ട് അവസാനിക്കുമെന്ന് കരുതിയ പോരാട്ടം ഇപ്പോൾ ഒരു തന്ത്രപരമായ തലത്തിലേക്ക് എത്തിയിരിക്കുകയുമാണ്. ഇതിനിടയിലാണ് യമനിലെ ഹൂതികൾ ഇറാന് പിന്തുണയുമായി ശക്തമായി രംഗപ്രവേശനം ചെയ്തത്. ഈ ഇടപെടൽ യുദ്ധത്തെ ഒരു പ്രാദേശിക പ്രശ്നം എന്നതിൽ നിന്ന് ആഗോള സമുദ്ര സുരക്ഷാ പ്രതിസന്ധിയാക്കി മാറ്റി എന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. അതേസമയം ഒമാനും ഇറാനും ചേർന്ന് ഹോർമുസ് കടലിടുക്ക് നിയന്ത്രിക്കുന്ന സംവിധാനത്തിന് സൗദി അറേബ്യ അടക്കം ഗൾഫ് രാജ്യങ്ങളുടെ പിന്തുണ ലഭിച്ചിരിക്കുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട്. സംയുക്ത നടത്തിപ്പിനുള്ള ഒമാന്റെ പദ്ധതി ഇറാന് കൈമാറിയിട്ടുമുണ്ട്. കടലിടുക്കിൽ സ്വമേധയാ ഫീസ് നൽകുന്ന സംവിധാനമാണ് ഒമാൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.